ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യം. മറ്റുള്ളവർ കാണാൻ വേണ്ടി അവിടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈശോ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത്. ധർമ്മദാനം, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ഈശോ പറയുമ്പോൾ അതിലേറ്റവും ആദ്യത്തെ വചനഭാഗമാണിത്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ധർമ്മദാനം, മറ്റുള്ളവരെ സഹായിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത് നീ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പ്രശംസ ആഗ്രഹിച്ചതുകൊണ്ട് മറ്റുള്ളവരെ കാണുകയെ നമ്മൾ ചെയ്യാറുള്ളൂ, അല്ലേ? എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഒരാളെ സഹായിക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നേരെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയാസിൻ്റെ അകത്തിടും, മറ്റുള്ളവരെ കാണിക്കാനായിട്ട് തയ്യാറാവും. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികൾ പോലും പലപ്പോഴും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോയായിട്ട് നിറയ്ക്കാറുണ്ട്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? കാരണം എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രശംസയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഈശോ കൃത്യമായിട്ട് എനിക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത്. നീ ധർമ്മദാനം ചെയ്തോ, നീ മറ്റുള്ളവരെ സഹായിച്ചു, പക്ഷെ അതൊരിക്കലും മറ്റുള്ളവർ കാണുകയാകരുത്, മനുഷ്യന്റെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കരുത്, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി മറ്റുള്ളവരെ സഹായിക്കണം, അവൻ്റെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കാൻ വരണം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈശോ പറയുന്നത്, നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അത്രമാത്രം രഹസ്യമായിട്ട് പുണ്യപ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നീ ചെയ്യുമ്പോഴാണ് നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിനക്ക് വിലയുണ്ടാവുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പുണ്യപ്രവർത്തികളും പരോപകാര പ്രവർത്തികളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഏത് മനസ്സോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്? പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട്, പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് പുണ്യപ്രവർത്തികൾ ഒരിക്കലും പ്രശംസയോ പ്രശസ്തിയോ ആഗ്രഹിച്ച് ചെയ്യാതെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടിയാകുവാനായിട്ട്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പുണ്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട്, അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.